1.5 മാസത്തെ UDF ഭരണം ഡീലുകളുടെ ഭരണമാണ്. നയങ്ങളും നിലപാടുകളുമാണ് UDF BJP ഡീലുകളായി പുറത്തു വന്നതെങ്കിൽ മദ്യനികുതി കുറച്ചും ഖജനാവിന് നഷ്ടമുണ്ടാക്കിയും നിയമം പാസാക്കിയത് ബക്കാഡിയുമായിട്ടുള്ള ഡീലാണ്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന അദാനിയുമായി ഉണ്ടാക്കിയ ഡീലുമാണ്. ആദ്യത്തേത് രാഷ്ട്രീയ ഡീലാണെങ്കിൽ രണ്ടാമത്തേത് പണത്തിൻ്റെ ഡീലാണ്. ഇത് രണ്ടിനും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് MLA ആയ ഘട്ടത്തിൽ ശ്രീ VD സതീശൻ RSSൻ്റെ സ്ഥാപക നേതാവിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടുള്ള ഡീലാണ് കാഴ്ചവെച്ചത്. മുഖ്യമന്ത്രി ആയപ്പോൾ ആ ഡീല് എണ്ണമറ്റ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളീയ സമൂഹത്തിന് അറിയേണ്ടത് ശശി തരൂരിനെ പോലെ സ്ഥിരമായ മോഡി സ്തുതിപാഠകനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറുമോ എന്നാണ്. ഭരണത്തിലെത്തുന്നതിന് മുമ്പ് PM ശ്രീ നടപ്പാക്കില്ലെന്ന് പറഞ്ഞവരായിരുന്നു. പിന്നീടത് അവർ വിഴുങ്ങി. PM ശ്രീ ഏറ്റവും ഒടുവിൽ ക്യാബിനറ്റ് ഉപസമിതി അതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. ആ ഡീൽ ഉറപ്പിക്കുന്നതിൽ ലീഗ് മന്ത്രിമാർക്കൊരു വിഷമവുമില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞ ഒരു കാര്യം കിഫ്ബി പിരിച്ചുവിടുമെന്നാണ്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ കിഫ്ബിയിലൂടെയുള്ള വികസന പദ്ധതികൾ പലതും നിർത്തലാക്കി. അപ്പോൾ വികസനം LDF തുടർന്ന മാതൃകാപരമായ നടപടികൾ അവർ റദ്ദാക്കി തുടങ്ങി. ക്ഷേമമാണെങ്കിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും ഏതാണ്ട് നിർത്തലാക്കിയ മട്ടിലാണ്. ഇപ്പോൾ വികസനവും ക്ഷേമവും എല്ലാം UDF സർക്കാർ നടപ്പാക്കുന്നത്. പിന്നെയോ PM ശ്രീ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കണമെന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള കരാർ നടപ്പാക്കുന്ന UDF BJP ഡീല് വീടുകൾ പ്രധാനമന്ത്രിയുടെ ലോഗോ പ്രദർശിപ്പിക്കും വിധത്തിൽ ലൈഫ് മിഷൻ നടപ്പാക്കുമെന്ന് പറയുന്ന ഡീല് LDF സർക്കാരിൻ്റെ ശ്രദ്ധേയമായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്ന UDF സർക്കാർ ലൈഫ് മിഷൻ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി തുടരുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം BJPയുമായിട്ടുള്ള ഡീല് നടപ്പാക്കാനാണ്. ലക്ഷക്കണക്കിന് വീടുകളിലാണ് പ്രധാനമന്ത്രിയുടെ ലോഗോ പ്രദർശിപ്പിക്കാമെന്ന ഒരു കരാറ് BJPയുമായി ഉണ്ടാക്കിയത് നടപ്പാക്കുന്നത്. ഗവർണർ 2 സർവകലാശാലകളിൽ VCമാരെ സംഘപരിവാർ അധ്യാപക നേതാക്കളെ നിയമിച്ചപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോഴും N ശേഷാദ്രിനാഥനെ BJPയുടെ രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ദൈനംദിനമായി പ്രതികരണം നടത്തുന്ന സംഘപരിവാറിൻ്റെ വിനീതദാസനായ ശേഷാദ്രിനാഥനെ അതിവേഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള UDF സർക്കാരിൻ്റെ തീരുമാനത്തിന് കയ്യൊപ്പ് വെച്ചു. യഥാർത്ഥത്തിൽ അത്തരമൊരു കയ്യൊപ്പ് വെക്കുന്നത് ഡിജിറ്റലായിക്കൊണ്ടാണ്.
അതിനൊരു മടിയുമില്ല. എന്നാൽ 3 മാസമാണ് LDF സർക്കാർ അന്നത്തെ നിയമ സെക്രട്ടറിയെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചത്. ഇപ്പോൾ ഗവർണർക്ക് തൻ്റെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ചുള്ള ഒരാൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് കയ്യൊപ്പ് വെക്കാൻ ഒരു മടിയുമില്ല. ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ഡീലുകൾ ഉണ്ടാവുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ധവളപത്രം, ബജറ്റ് എന്നീ രേഖകളിലെല്ലാം കേന്ദ്ര BJP സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നയം തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതാണ് നയപരമായ ഡീലുകൾ. ഇങ്ങനെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ ഡീലും മറുഭാഗത്ത് പണത്തിൻ്റെ ഡീലും നടത്തി മുന്നോട്ട് പോകുന്ന UDF സർക്കാരിനെ ജനങ്ങൾ തിരിച്ചറിയുന്നു. 1.5 മാസത്തിനകം ഈ സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച VM സുധീരൻ മുതൽ KPCCയുടെ ജനറൽ സെക്രട്ടറി നിയാസ് വരെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മുഖമായി പലപ്പോഴും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അനൂപ് വരെയുള്ളവർ ഈ സർക്കാരിനെതിരായി രംഗത്ത് വന്നു. അപ്പോഴും ഒരു വിഷമവുമില്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മന്ത്രിമാർ ഡീല് നടപ്പാക്കുന്നതിൽ മത്സരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സർക്കാരിനെതിരായ ജനവികാരം ശക്തമായി ഉയർന്നു വരും. ഈ BJPയുമായുള്ള ഡീല് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായതുപോലെ MPമാരെയും നേതാക്കളെയും BJPയിലേക്ക് എത്തിക്കുമോ? ഇതിനകം കോൺഗ്രസിൻ്റെ നിരവധി MPമാരും MLAമാരും നേതാക്കളും മുൻ കേന്ദ്രമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും BJPയിൽ എത്തിയിട്ടുണ്ട്. BJPയിലേക്ക് ആളി എത്തിക്കുന്നതിന് വേണ്ടി സഹായകരമാവും വിധത്തിൽ ഈ ഡീല് മാറുമോ? ഇതാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ശങ്ക. പ്രത്യേകിച്ച് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരം BJPയുമായുള്ള ഡീല് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കോൺഗ്രസ്സുകാർ തന്നെ അതിനെതിരായി രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ചില പ്രതികരണങ്ങളാണ് VM സുധീരൻ മുതൽ നിയാസ് വരെയുള്ളവരിൽ നിന്നുണ്ടായത്. പ്രതികരിക്കാൻ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല. എന്നാൽ ഈ ഡീലിനോടൊപ്പം സ്ഥിരം സ്തുതിപാഠകനായ ശശി തരൂറിന് യോജിപ്പായിരിക്കും. കാരണം BJPയുമായി ഒത്തുപോകുന്ന കോൺഗ്രസിൻ്റെ ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറുമ്പോൾ, അതുകൊണ്ട് 1.5 മാസം UDF സർക്കാർ വികസനവും ക്ഷേമവുമല്ല നടപ്പാക്കിയത്, ഡീലുകളാണ് നടപ്പാക്കിയത്.